ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ശ്രീ സായി ബാബ കാരണമായിരുന്നു ഷിർഡിക്ക് പ്രാധാന്യം ലഭിച്ചത്. ഇപ്പോൾ എന്തുതരം സിദ്ധികളാണ് സായി ബാബയ്ക്കുള്ളതെന്ന് നോക്കാം. ബാബ ഈ ലോകത്തെ പിടിച്ചടക്കി. സമാധാനം, അചഞ്ചല മനസ്സ്, ഇതായിരുന്നു സായി ബാബയുടെ ആഭരണം. ബാബ അറിവിന്റെ ഒരു പാത്രമായിരുന്നു. കർണനെ പോലെ എത്രയും തുറന്ന മനസ്സുള്ളവരായ വൈഷ്ണവ ഭക്തന്മാർക്ക് സായി ഒരു നന്മ നിറഞ്ഞ വീടായിരുന്നു. സായിക്ക് ചീഞ്ഞു പോകുന്ന വസ്തുക്കളിൽ താല്പര്യമില്ല. എപ്പോഴും തന്റെ ആഗ്രഹം ആത്മബോധം ഉണരണമെന്നതായിരുന്നു. അതിനായി സദാ ആ പ്രവൃത്തിയിൽ മുഴുകിയിരുന്നു. അദ്ദേഹത്തിന് ഈ ലോകത്തുള്ളതോ പുറമെയുള്ള വസ്തുക്കളിലോ ആഗ്രഹമോ സന്തോഷമോ തീരെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു കണ്ണാടി പോലെ നിർമ്മലമായിരുന്നു. ബാബയുടെ സംസാരത്തിൽ അമൃത് പൊഴിഞ്ഞിരുന്നു. ധനികരെയും സാധാരണക്കാരെയും ബാബ ഒരുപോലെ കരുതിയിരുന്നു. ബാബയ്ക്ക് പ്രശസ്തി, അന്തസ് എന്നിവ അറിവില്ലായിരുന്നു. മാത്രമല്ല, അവയെ വകവച്ചതുമില്ല. ബാബ എല്ലാറ്റിനും ദേവനായിരുന്നു. എല്ലാവരോടും ഒരുപോലെ സംസാരിച്ചിരുന്നു, പഴകിയിരുന്നു. ദാസിമാരുടെ നടനങ്ങൾ വീക്ഷിച്ചിരുന്നു. ഗസൽ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാമായിരുന്നാലും ബാബ ഒരിഞ്ചുകൂടി സ്വന്തം ദൃഢമനസ്സിൽ നിന്ന് മാറിയില്ല. അള്ളാഹുവിന്റെ നാമം ബാബ എപ്പോഴും ഉരുവിട്ടിരുന്നു. ലോകം വിഴിച്ചിരിക്കുമ്പോൾ ബാബ ഉറങ്ങും. ലോകം നിദ്രയിലാകുമ്പോൾ സായി ജാഗ്രതനായി തീരും. ബാബയുടെ അടിവേറ് എപ്പോഴും ആഴമുള്ള സമുദ്രത്തെ പോലെ ശാന്തമായിരുന്നു. അതേമാതിരി പ്രവൃത്തികളും. ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിലും ലോകത്തിന്റെ പലയിടത്തും നടക്കുന്ന സംഗതികൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദിവസേന 100 കണക്കിന് കഥകൾ പറയുമായിരുന്നു. എന്നാലും തന്റെ നിശബ്ദാവസ്ഥയിൽ നിന്ന് ഒരിഞ്ചു കൂടി മാറിയിരുന്നില്ല സായി. സായി എപ്പോഴും മസ്ജിദിന്റെ ഒരു ചുവരിൽ ചാഞ്ഞിരിക്കും. അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ലണ്ടിയെയും ചാവടിയെയും നോക്കി നടക്കും. അപ്പോഴും അദ്ദേഹം ഉന്മേഷവാനായിരിക്കും. സിദ്ധനായിരുന്നുവെങ്കിലും സായി സാധാരണക്കാരെ പോലെ പെരുമാറിയിരുന്നു. ബാബ ദയയുള്ളവനും കാരുണ്യമൂർത്തിയും അതേ സമയത്ത് അഹങ്കാരമില്ലാത്ത ഒരാളുമായിരുന്നു. ഇക്കാരണങ്ങളാൽ എല്ലാവരുടെയും സ്നേഹമൂർത്തിയുമായിരുന്നു ശ്രീ സായി ബാബ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.